വിചാരണയിലൊക്കെ വളരെ ശാന്തനായി വന്നെന്ന് അയാൾ ആ വിചാരണ നേരിട്ടു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. വളരെ ശാന്തനായി നമ്മൾ കേൾക്കുന്ന അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ബന്ധുവായിട്ടുള്ള ലളിതയെയും ഒക്കെ കൊന്നുകളഞ്ഞ കേഡൽ ജിൻസൺ രാജ വളരെ കൂളായി ആ കോടതിയിൽ വന്നിരുന്നു. വളരെ ശാന്തനായി വന്നിരുന്നു. അത് അയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരുന്ന സമയത്ത് അയാൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി. ഒരു സഹതടവുകാരനെ കേഡൽ രാത്രിയിൽ ഉറങ്ങിക്കിടക്കവേ ആക്രമിച്ചു. ഉറങ്ങിക്കിടന്ന സഹതടവുകാരൻ്റെ കഴുത്തിൽ അമർത്തി കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം ഇയാൾ നടത്തിയിരുന്നു. ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു, മർഡർ അറ്റംപ്റ്റ് അയാൾക്ക് നേരെ നടത്തിയിരുന്നു. ആ എഴുന്നേറ്റോടാൻ ശ്രമിച്ച അയാൾക്ക് നേരെ ഇയാൾ അവിടെ ഉപയോഗിക്കുന്ന പാത്രം വീശി എറിഞ്ഞു. അതിലയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ അവിടെ നിന്നും ആ സെല്ലിൽ നിന്നും മാറ്റി ഏകാംഗ തടവിലേക്ക് അവിടേക്ക് മാറ്റിയ ശേഷം പിന്നീട് ഇങ്ങോട്ട് കുറേ കാലം അങ്ങനെയായിരുന്നു. പിന്നീട് ജയിൽ ഉദ്യോഗസ്ഥരോടൊക്കെയുള്ള ഇയാളുടെ ഒരു പെരുമാറ്റം വെച്ച് ഇയാൾ വീണ്ടും നോർമലായി എന്നുള്ള പെരുക്കടയിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇയാളെ പിന്നീട് വീണ്ടും എല്ലാവരുടെയും സെല്ലിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു പ്രത്യേകത.